ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. റൈഹുവിനെ വിളിക്കാൻ വേണ്ടി സ്കൂളിൽ വന്നതാണ്. രാവിലെയൊക്കെ കൊണ്ടാക്കി. ഇപ്പോൾ ഉച്ചയ്ക്കല്ല, ഈ ടൈമിലൊക്കെ അവിടെ ഇല്ല. അപ്പം ഞാൻ തന്നെ പോയി വിളിക്കേണ്ടി വന്നു. അങ്ങനെ എനിക്കിന്ന് 1-2 സ്ഥലത്തൊക്കെ പോകണം. അതുപോലെ തന്നെ വീട്ടിൽ പോകണം. അന്നമ്മേനെ വിളിക്കണം. അന്നുവിന് സ്കൂളുണ്ട്. സ്കൂളല്ലല്ലോ, പള്ളിയുണ്ട് കേട്ടോ. പള്ളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നുവിനെ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ അതേ ചില സമയങ്ങളിൽ എനിക്ക് 8-ൻ്റെ അല്ല 16-ൻ്റെ പണി കിട്ടും കേട്ടോ. വണ്ടി കിക്കർ അടിച്ചാൽ മാത്രമേ ഓണാവത്തുള്ളൂ. ആദ്യമൊക്കെ ഇതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഇതെനിക്കിങ്ങനെ വണ്ടി എടുത്ത് സെൻട്രൽ സ്റ്റാൻഡ് ഇടാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റൂലായിരുന്നു കേട്ടോ. ഞാൻ ആരെങ്കിലുമൊക്കെ ഹെൽപ്പിന് വിളിക്കും. ഏതെങ്കിലും ചേട്ടന്മാരോ മാമന്മാരോ ഒക്കെ വിളിക്കും കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കുറേ ആയി ഇതിങ്ങനെ ശീലമായി. അപ്പോൾ ബാറ്ററി മാറ്റിയതാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യ. ഇനി ഒന്നും കൂടി വർക്ക്ഷോപ്പിൽ കയറ്റി ഇറക്കിയാലേ ഇവൻ റെഡി ആവുള്ളൂ. അപ്പോൾ നേരെ നമ്മൾ വെച്ച് പിടിക്കുകയാണ് കല്ലമ്പലത്തോട്ട്. മഴ പെയ്തുകൊണ്ട് ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. പിന്നെ ഇങ്ങനെ പൊളിഞ്ഞും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ വണ്ടി ഓൾറെഡി ഇങ്ങനെ കുലുങ്ങിയാണ് പോകുന്നത്. കുറച്ച് പാടാണ് കേട്ടോ. വെള്ളം കുറേ ഇങ്ങനെ പോയിട്ടൊക്കെയുള്ള സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ കുഴിയാണോ എന്നൊന്നും. അപ്പോൾ ഞാൻ കല്ലമ്പലത്തിൽ വന്നു. ഫ്രണ്ട്സ് കളക്ഷൻസിലൊന്ന് കയറണമായിരുന്നു. അപ്പോൾ അവിടെ പോയി. പിന്നെ എനിക്ക് ഇത്താടെ അടുത്തൊന്ന് കയറണമായിരുന്നു. ഇതെൻ്റെ വല്യമ്മയുടെ മോളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കലെന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു. ഇത് ഹോട്ടൽ മൈലാഞ്ചി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓണറാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എനിക്കിവിടെ കയറി കുറച്ച് നേരം ഇത്തടുത്ത് കത്തിയൊക്കെ അടിച്ചു. ഇനി നേരെ പോകുന്ന വീട്ടിലോട്ടാണ് കേട്ടോ. വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മച്ചി നല്ല തലവേദനയായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അന്നമ്മേനെ റെഡിയാക്കി. എനിക്ക് വീട്ടിലെ ജോലിക്കാർ നിൽക്കുന്നതുകൊണ്ട് നിൽക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോകണമായിരുന്നു. അപ്പോൾ ഒരു ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 പേർക്കും കൂടി കൊടുത്തു. ഞാനും കുറച്ച് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നാൽ റൈഹു അന്നു ടി വിയുടെ ഫ്രണ്ടിലായിരിക്കും കേട്ടോ. നമ്മളെ വീട്ടിൽ ടി വി ഇല്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കുമാണ് ടി വി കാണലും അതുപോലെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസൊക്കെ കാണൽ ഇവിടെ വരുമ്പോഴാണ് കേട്ടോ നടക്കുന്നത്. അതുകൊണ്ട് വന്നാൽ അപ്പം തന്നെ ടി വിയുടെ ഫ്രണ്ടിലായിരിക്കും. പിന്നെ അന്നമ്മേനെ റെഡിയാക്കി വിളിച്ചപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കുറേ പൂക്കളൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന കാടും മൂടുമൊക്കെ പറിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ റൈഹുവിനെയും കൂടി വിളിച്ച് നമ്മൾ നേരെ പോവാണ്. നേരെ വീട്ടിൽ ചെന്നാൽ ഇനി കുറേ ജോലികൾ ബാക്കി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ വീഡിയോ എടുത്തോളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് കേട്ടോ.